ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശ് മരണം തൊട്ടു മുൻപിൽ വെളിപ്പെടാനിരിക്കെ യേശു കർത്താവ് തൻ്റെ കഷ്ടാനുഭവങ്ങളെ മുൻപിൽ കണ്ട് തൻ്റെ ശിഷ്യഗണത്തോട് പറഞ്ഞ വചനമാണ് ഇന്ന് പകൽ നിങ്ങൾ കേട്ടത്. മുൻപിലൊരു കഷ്ടതയാണ്, മുൻപിലൊരു തകർച്ചയാണ്. യേശുവിൻ്റെ ശരീരം തകർക്കപ്പെടാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ നടുവിൽ യേശു പങ്കുവെച്ച വചനം ഇന്നു പകൽ നിങ്ങളോടൊരു ദൈവശബ്ദമാണ്. കഷ്ടതയുടെ നടുവിൽ യേശു കണ്ട കൊയ്ത്ത്, യേശു അതിനെ വിതയും കൊയ്ത്തുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. തൻ്റെ ജീവിതമാണ്. വെളിപ്പെടാനിരിക്കുന്ന കഷ്ടതയെ യേശു ഉപമിക്കുകയാണ്. ഒരു വിത്ത്, ഗോതമ്പ് മണി, അത് നിലത്ത് വീഴുന്നതിനെ തൻ്റെ വീഴ്ചയെക്കുറിച്ച് ഉപമിക്കുകയാണ്. അത് നിലത്ത് വീണ് ചാകുമ്പോൾ വളരെ വിളവുണ്ടാകുമെന്നാണ് യേശു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, തൻ്റെ ക്രൂശ് മരണത്തിനൊടുവിൽ യേശു മരണം കാണുകയാണ്. ആ മരണത്തിൽ യേശു കാണുന്നത് വളരെ വിളവാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കാണാൻ നമുക്ക് കഴിയുമോ? കഷ്ടങ്ങളിൽ പ്രശംസിക്കുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമുക്ക് എണ്ണാം. അതെ, കഷ്ടത കൊണ്ട് അവസാനിക്കുന്നതല്ല ഒരു ഭക്തൻ്റെ ജീവിതം. കഷ്ടതയ്ക്കപ്പുറം ഒരു നന്മയുണ്ട്. തൊട്ടുമുൻപിൽ കഷ്ടാനുഭവമാണ്. എന്നാൽ യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. കഷ്ടതയുടെ നാഴികയാണ് വന്നിരിക്കുന്നത്. പക്ഷേ കഷ്ടത കൊണ്ട് യേശു അവസാനിക്കുകയില്ല എന്ന നല്ല ബോധ്യത്തോടെ യേശു പറഞ്ഞു, തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക വരുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നും അവസാനിച്ചിട്ടില്ല. ഇതെല്ലാം കടന്നു പോകും. നിങ്ങൾക്ക് തൊട്ടു മുൻപിൽ ഒരു തേജസ്കരണമുണ്ട്. നിങ്ങൾക്കൊരു മാന്യതയുണ്ട്. നിങ്ങൾക്കൊരു കിരീടമുണ്ട്. ദൈവം നിങ്ങൾക്ക് വേണ്ടി നിത്യത ഒരുക്കിയിട്ടുണ്ട്. ഒന്നും അവസാനിച്ചിട്ടില്ല. എല്ലാം തുടങ്ങാൻ പോവുകയാണ്. അല്പനേരത്തേക്ക് ഒരു കഷ്ടപ്പാട് ഇവിടെയുണ്ട്, അല്പനേരത്തേക്ക് വേദനയുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മരണത്തിന് ശേഷം നിത്യതയുണ്ട്. അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട. ഈ കഷ്ടതയെ നിങ്ങൾ മറികടക്കും. ഈ കഷ്ടതയ്ക്കപ്പുറമുള്ളത് വിശ്വാസത്തിൽ കാണാം. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.